റഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതാണ്. വ്ളാദിമിർ പുടിൻ എന്ന ഭരണാധികാരി തന്റെ രാജ്യത്തെ ഒരു ഡിജിറ്റൽ ഇരുമ്പുമറയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി റഷ്യൻ തെരുവുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഉയരുന്നത് വലിയ ആശങ്കയുടെ സ്വരങ്ങളാണ്. നാം ഇന്ന് ജീവിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ റഷ്യൻ ജനത ഇന്ന് ആ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങി ജനങ്ങൾ ദൈനംദിനം ആവശ്യങ്ങൾക്കും വിനോദത്തിനും ഉപയോഗിച്ചിരുന്ന എല്ലാ ആഗോള പ്ലാറ്റ്ഫോമുകളും പുടിൻ സർക്കാർ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു രാജ്യം അതിന്റെ ജനതയെ ലോകത്തു നിന്ന് ഒറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ്. മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും പോലുള്ള വലിയ നഗരങ്ങളിൽ പോലും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പലപ്പോഴും മണിക്കൂറുകളോളം നിലയ്ക്കുന്നു. എന്തിനാണ് പുടിൻ ഇത്തരം ഒരു കടുത്ത നീക്കം നടത്തുന്നതെന്ന ചോദ്യത്തിന് സർക്കാർ നൽകുന്ന മറുപടി ദേശീയ സുരക്ഷ എന്നാണ്. യുക്രൈനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ സിഗ്നലുകൾ ജാം ചെയ്യേണ്ടതുണ്ടെന്നും വിവരങ്ങൾ ചോരുന്നത് തടയണമെന്നും അധികൃതർ പറയുന്നു. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിൽ 1 മണിക്കൂർ ഇന്റർനെറ്റ് പോയാൽ ഉണ്ടാകുന്ന അവസ്ഥ. ഇവിടെ റഷ്യക്കാർ 90കളിലെ ആ പഴയ കാലഘട്ടത്തിലേക്ക് നിർബന്ധപൂർവ്വം തിരിച്ചയക്കപ്പെട്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇല്ലാതായതോടെ ആശയവിനിമയത്തിനായി അവർ പഴയ വാക്കി ടോക്കികളെയും പേജറുകളെയും ആശ്രയിച്ചു തുടങ്ങിയിരിക്കുന്നു. കടകളിൽ ഇപ്പോൾ പേജറുകൾക്കും വാക്കി ടോക്കികൾക്കും വൻ ഡിമാൻഡാണ്. ഡിജിറ്റൽ പേയ്മെന്റുകൾ പലയിടത്തും തടസ്സപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ വീണ്ടും കറൻസി നോട്ടുകൾ കൈവശം വെക്കാനും അതുപയോഗിച്ച് ഇടപാടുകൾ നടത്താനും നിർബന്ധിതരായിരിക്കുന്നു. രാജ്യം പതുക്കെ ഒരു ക്യാഷ് ഇക്കോണമിയിലേക്ക് കടക്കുകയാണ്. സാമ്പത്തിക രംഗത്തും റഷ്യ നേരിടുന്നത് വൻ പ്രതിസന്ധിയാണ്. ആഗോള ബാങ്കിംഗ് ശൃംഖലയായ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട റഷ്യയുടെ സാമ്പത്തിക ഇടപാടുകൾ ആകെ അവതാളത്തിലായി. പകരം സംവിധാനങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതൊന്നും സ്വിഫ്റ്റിന് പകരമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ വഴിയുള്ള ബിസിനസ് പാടെ തകർന്നു. 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയിരുന്ന ഡെലിവറി പങ്കാളികൾക്കും മറ്റും ഇന്ന് വരുമാനമില്ലാത്ത അവസ്ഥയാണ്. ഇന്റർനെറ്റ് ഇല്ലാതെ സാധനങ്ങൾ ഓർഡർ ചെയ്യാനും ഡെലിവറി ട്രാക്കർ ചെയ്യാനും കഴിയുന്നില്ല. ഇത് റഷ്യയുടെ ആഭ്യന്തര ഉൽപാദനത്തെ സാരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഓഫീസുകളിലും ബാങ്കുകളിലും ബിസിനസ് സ്ഥാപനങ്ങളും അവസ്ഥ ഒട്ടും മെച്ചമല്ല. ഒരു ഇമെയിൽ അയക്കാനോ ഫയലുകൾ കൈമാറാനോ കഴിയാതെ മണിക്കൂറുകളോളം ജോലി തടസ്സപ്പെടുന്നു. സമയം പണമായ ഈ ലോകത്ത് ഇത്തരം തടസ്സങ്ങൾ ഒരു രാജ്യത്തെ എത്രത്തോളം പിന്നോട്ട് നയിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരു വശത്ത് യുദ്ധം നൽകുന്ന സാമ്പത്തിക ഭാരം, മറുവശത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ, ഇതിനെല്ലാം പുറമെ സ്വന്തം സർക്കാർ ഏർപ്പെടുത്തിയ ഡിജിറ്റൽ നിയന്ത്രണങ്ങൾ. റഷ്യൻ ജനത ഇന്ന് മുൾമുനയിലാണ് കഴിയുന്നത്. പുടിന്റെ ഈ നീക്കങ്ങൾക്കെതിരെ രാജ്യത്തിനകത്ത് തന്നെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ജനങ്ങളെ നിയന്ത്രിക്കാനും വിവരങ്ങൾ സെൻസർ ചെയ്യാനുമുള്ള സർക്കാരിന്റെ തന്ത്രമാണിതെന്ന് പലരും വിശ്വസിക്കുന്നു. വാർത്തകൾ അറിയാനുള്ള ഏക മാർഗം ഇപ്പോൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ മാത്രമാണ്. ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. സമാന്തരമായി മറ്റൊരു ഇന്റർനെറ്റ് ലോകം സൃഷ്ടിക്കാനാണ് റഷ്യയുടെ ശ്രമം. അതായത് ലോകത്തിന് മുഴുവൻ ഒരു ഇന്റർനെറ്റ് ഉള്ളപ്പോൾ റഷ്യക്ക് മാത്രമായി സ്വന്തം ഇന്റർനെറ്റ്. ഇതിനെ ഡിജിറ്റൽ ഇരുമ്പുമറ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു കാലത്ത് ബഹിരാകാശ ഗവേഷണത്തിലും സാങ്കേതിക വിദ്യയിലും ലോകത്തെ നയിച്ചിരുന്ന ഒരു രാജ്യം ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ദൗർഭാഗ്യകരമാണ്. യുദ്ധം നൽകുന്ന മുറിവുകൾ ഭരണാധികാരികളെക്കാൾ കൂടുതൽ ഏൽക്കുന്നത് ജനങ്ങൾക്കാണെന്ന സത്യം ഇവിടെ വീണ്ടും തെളിയുന്നു. വരും ദിവസങ്ങളിൽ റഷ്യ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് പോകുമോ അതോ ജനരോഷത്തിനു മുന്നിൽ പുടിൻ അയയുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. എങ്കിലും ഒന്നുറപ്പാണ്, റഷ്യൻ ജനതയുടെ ജീവിതം ഇപ്പോൾ 90കളിലെ ആ പഴയ ഡയറി താളുകളിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. സ്മാർട്ട് ഫോണുകൾ വെറും കളിപ്പാട്ടമായി മാറുന്ന, ഇന്റർനെറ്റ് ഒരു സ്വപ്നമായി മാറുന്ന ആ പഴയ റഷ്യയിലേക്ക്.